ലോകത്തിലെ ആദ്യത്തെ സീറോ ഫീൽ ക്രീസ് ഡിസ്പ്ലേ വരുന്ന ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആണ് ഓപ്പോ ഫൈൻഡ് N6. ഏകദേശം 12 ദിവസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ദിവസത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഷെയർ ചെയ്യുന്നുണ്ടാവുക. എന്താണ് ഈ ഒരു സീറോ ഫീൽ ക്രീസ് എന്നതിനെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതാണ്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സോ സമയം കളയണ്ട, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. സോ ഈ ഒരു പ്രീമിയം ഫൈൻഡ് N6ൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാമല്ലോ. 80 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജർ അഡാപ്റ്റർ കൂടെ വരുന്നുണ്ട്. ടൈപ്പ് A to ടൈപ്പ് C ചാർജിങ് കേബിളാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സാധാരണ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകളിൽ ചിലതിൽ കാണാത്ത ഒരു ഐറ്റമാണിത്. ഒരു പ്രീമിയം ഫീലുള്ള ഒരു കേസ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. വളരെ തിന്നായിട്ടുള്ള ഫ്രണ്ട് കേസും അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്ക് നൽകുന്ന, അതായത് ഒരു കാർബൺ ഫൈബർ ഫീൽ ലഭിക്കുന്ന അത്തരത്തിലുള്ള ഒരു കിഡിലൻ കേസും നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. സോ ആക്സസറീസിനായിട്ട് നമുക്ക് ഇതിൻ്റെ പിറകെ നടക്കേണ്ട ആവശ്യമില്ല എന്നത് ചുരുക്കം. 2 കളേഴ്സിനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് സ്റ്റെല്ലാർ ടൈറ്റാനിയം എന്ന് പറയുന്ന കളറാണ്. ഇത് കൂടാതെ ബ്ലോസം ഓറഞ്ചിലും അവൈലബിൾ ആണ്. ഇനി ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹിഞ്ചസ് എന്ന് പറയുന്ന ടൈറ്റാനിയം മെറ്റീരിയലും ബോഡി ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത് എയർക്രാഫ്റ്റ് ഗ്രേഡ് അലൂമിനിയം മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 8.93 mm ആണ് ഇത്തരത്തിലുള്ള ബോഡി തിക്നെസ് എങ്കിൽ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 4.21 mm മാത്രമാണ് തിക്നെസ്. അതായത് ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ടിൻ്റെ തിക്നെസ് മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളൂ. 225 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. IP66, 68 and 69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോണാണ്. അതായത് പ്രഷർ വാട്ടറിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വലിയ രീതിയിൽ ഇഷ്യൂസ് കാര്യം വരില്ല എന്നാണ് കമ്പനി പറയുന്നത്. ഇനി പോർട്സ് ആൻഡ് ബട്ടൺസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ടൈപ്പ് C ചാർജിങ് പോർട്ടും സ്പീക്കറുകളിലും അതുപോലെ തന്നെ മുകൾ വശത്തായിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ മൈക്സും അതുപോലെ IR ബ്ലാസ്റ്റും കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും സ്നാപ്പ് കീയും കാണാൻ സാധിക്കുന്നത്. സോ ഡിസൈൻ വൈസിൽ എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഏകദേശം ഒരു സിമിലർ ഡിസൈനിലുള്ള രീതി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വലിയ ബൾജില്ലാത്ത രീതിയിലുള്ള ഒരു ഒതുങ്ങിയ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഒരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് സീറോ ഫീൽ ക്രീസ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫോൾഡിംഗ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഡിവൈസിൽ നമുക്ക് സെൻറ്റർ പോർഷനിലായിട്ട് ക്രീസ് കാണാറുണ്ടെങ്കിൽ ഇതിൽ താരതമ്യേന അത് കുറവാണെന്ന് തന്നെ പറയാൻ സാധിക്കും. അപ് ടു 82% വരെ ക്രീസ് ഇതിൽ റെഡ്യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓട്ടോ സ്മൂത്തിങ് ഫ്ലെക്സ് ഗ്ലാസ് ടെക്നോളജിയാണ് ഇതിൻ്റെ പിറകിലെ രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താരതമ്യേന ഈ ഒരു സെൻറ്റർ പോർഷനിൽ വലിയ രീതിയിൽ നമുക്കിതിൽ ക്രീസ് അനുഭവപ്പെടുന്നുമില്ല. ഇനി 8.12 ഇഞ്ചിൻ്റെ മെയിൻ ഡിസ്പ്ലേ ആണ് വരുന്നതെങ്കിൽ 6.62 ഇഞ്ചിൻ്റെതാണ് ഈ ഒരു കവർ ഡിസ്പ്ലേ വരുന്നത്. രണ്ടും LTPO പാനലാണ്. 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. 3600 nits ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു കവർ ഡിസ്പ്ലേയിൽ വരുന്നെങ്കിൽ 2500 nits ആണ് ഇതിന്റെ മെയിൻ ഡിസ്പ്ലേയിലെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് വരുന്നത്. HDR10+ഉം അതുപോലെ തന്നെ ഡോൾബി വിഷനും ഇതിൽ സപ്പോർട്ടാണ്. 2160 Hz PWM ഡിമ്മിംഗ് ടെക്നോളജി ഇതിൽ ഈ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 1 nits ആണ് ഇതിന്റെ ലോ ബ്രൈറ്റ്നസ് മോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താരതമ്യേന ലോ ലൈറ്റ്സിൽ ഉണ്ടാകുന്ന ഫ്ലിക്കറിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കണ്ണിലുള്ള സ്ട്രെയിനോ കാര്യങ്ങളൊക്കെ താരതമ്യേന ഇതിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ സ്റ്റൈലസ് പെന്നി ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ഉണ്ട്. അത് മെയിൻ ഡിസ്പ്ലേയിലാണെങ്കിലും കവർ ഡിസ്പ്ലേയിലും സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. എനിവേ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് കൂടിയും 6000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 80 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജർ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. സോ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഒരു ദിവസം ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും കിഡിലനായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആയിട്ടുള്ള Qualcomm Snapdragon 8 Elite Gen 5 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. Adreno 840 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന GPU. സോ പെർഫോമൻസ് വൈസ് യാതൊരു സംശയത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അന്തുത്ത് സ്കോർ 3.5 മില്യൺ അടുത്താണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ നമുക്ക് പെർഫോമൻസ് സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ്. ഈവൻ ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ ഇതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയും PUBG ഒക്കെയാണ് കളിച്ചത്.
ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. നല്ല കിഡിലൻ ഗെയിമിംഗ് എക്സ്പീരിയൻസ്, അത് മെയിൻ ഡിസ്പ്ലേയിലാണെങ്കിലും കവർ ഡിസ്പ്ലേയിൽ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അത്രയും സമയം ഗെയിം കളിച്ചപ്പോഴും പറയത്തക്ക രീതിയിലുള്ള ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ടുള്ള രീതിയിൽ വാമായിട്ടുണ്ട്, വളരെ പെട്ടെന്ന് അത് കൂളും ആവുന്നുണ്ട്. ഇനി ഒരൊറ്റ മെമ്മറി വേരിയൻ്റാണെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത് 16 GB റാമിൽ 512 GB LPDDR5X റാമിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്ന 4.1 ആണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 20ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്, ഡ്യുവൽ ബാൻഡ് 4G LTE ഇതിൽ സപ്പോർട്ടാണ്, വൈഫൈ 7 ആണ് വരുന്നത്, ബ്ലൂടൂത്തിൻ്റെ 6 ആണ് വരുന്നത്, IR ബ്ലാസ്റ്റർ സപ്പോർട്ട് ഉണ്ട്, NFC ഇതിൽ സപ്പോർട്ട് ഉണ്ട്, ഈ സിമ്മും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ഉണ്ട്. ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ColorOS 16 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. എത്ര വർഷത്തെ അപ്ഡേറ്റ് ആണെന്നുള്ളത് ഒഫീഷ്യലായിട്ട് പറയാത്തത് കൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. ഒരു പക്ഷേ 5 അല്ലെങ്കിൽ 6 വർഷത്തെ അപ്ഡേറ്റ് ആണ് ലഭിക്കാൻ സാധ്യത. എനിവേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ബ്ലോട്ടേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ColorOS 16 വന്നതിന് ശേഷം നല്ല രീതിയിലൊരു മാറ്റം നമുക്ക് സോഫ്റ്റ്വെയർ സൈഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ്നെസ് നമുക്ക് എല്ലാ തരത്തിലും, അത് ആപ്പ് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിലും ആനിമേഷനിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഉൾപ്പെടുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും ആസ് യൂഷ്വൽ ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ സർക്കിൾ ടു സെർച്ച് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഓപ്പോയുടെ തന്നെ മൈൻഡ് സ്പേസ് ഉണ്ട്. ഇതുകൂടാതെ സെർച്ച്, റൈറ്റർ, ട്രാൻസ്ലേറ്റ്, വോയിസ് സ്ക്രൈബ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. സോ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ പറയാൻ സാധിക്കും. ഇതൊരു ഫോൾഡിംഗ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മൾട്ടി വിൻഡോ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും മിക്ക ആളുകളും ഇതിൽ യൂസ് ചെയ്യുക. 3 ആപ്ലിക്കേഷൻ നമുക്ക് ഒരേ സമയം ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എക്സ്പീരിയൻസ് ഒരു കിഡിലൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുക. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണെങ്കിൽ ഭയങ്കര ഒരു സൂപ്പർ ലൗഡി അല്ല, ഒരു ഡീസൻറ്റ് സ്പീക്കർ ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. ഹാസൽ ബ്ലാഡുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 200 മെഗാ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 50 മെഗാ 3x ടെലിഫോട്ടോ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 50 മെഗാ അൾട്രാ വൈഡ് ലെൻസ്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഗംഭീരം എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി മെയിൻ ലെൻസിലൊക്കെ എടുത്തിരിക്കുന്ന മിക്ക ഫോട്ടോസും നമുക്കൊരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏത് സെനേറിയോസിലാണെങ്കിലും, ഡേ ലൈറ്റിലാണെങ്കിലും, HDR-ലാണെങ്കിലും, പോർട്രേറ്റിലാണെങ്കിലും, ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു മെയിൻ ലെൻസിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ടെലിഫോട്ടോ ലെൻസിലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തത് മാക്രോ പെർഫോമൻസ് സൂപ്പർബ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ്, അതും ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത്. നല്ല കിഡിലനായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ് ടു 120x വരെ നമുക്കിതിൽ ഡിജിറ്റൽ സൂം സപ്പോർട്ട് ഉണ്ട്. അത്രയും സൂം ചെയ്തെടുത്തിരിക്കുന്ന ഫോട്ടോസ് പോലും നമുക്കൊരു റീഡബിൾ എന്നുള്ള രീതിയിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ പോർട്രേറ്റ് ഫോട്ടോസും ആണെങ്കിലും ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഒട്ടുമിക്ക ഫോട്ടോസ് നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് 50 മെഗാ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ 20 മെഗാ പിക്സലിലാണ് സെൽഫി ക്യാമറ. അത് മെയിൻ ഡിസ്പ്ലേയിലാണെങ്കിൽ കവർ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു കവർ ഡിസ്പ്ലേയിലുള്ള ഫോട്ടോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലെ ഫോട്ടോസ് നല്ല സൂപ്പർബ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. മിക്ക സമയത്തും നല്ല കിഡിലനായിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് കാണാൻ സാധിച്ചത്. അത് ഡേ ലൈറ്റ് ആണെങ്കിലും HDR ആണെങ്കിലും സൂപ്പർബായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ വീഡിയോഗ്രാഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിൽ 4K 120 FPS വരെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ലോഗ് ഫോർമാറ്റ് അഥവാ റോ ഫോർമാറ്റിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വീഡിയോഗ്രാഫി നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാനിതിൽ എടുത്തിരിക്കുന്ന വീഡിയോ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു വീഡിയോഗ്രാഫിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഫോൾഡിംഗ് ഡിവൈസുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. 4K 60 ഫ്രെയിംസ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. HDR ഡോൾബി വിഷൻ വീഡിയോ കൂടി ഇതിൽ സപ്പോർട്ടാണ്. നല്ല രീതിയിലുള്ളൊരു HDR പെർഫോമൻസും കാണാൻ സാധിക്കും. സോ ഫോൾഡിംഗ് ഡിവൈസുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 30 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. ഡോൾബി വിഷനും ഇതിൽ സപ്പോർട്ടാണ്. കിഡിലനായിട്ടുള്ള സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. നല്ല ഡീറ്റെയിൽസും കാര്യം നമുക്ക് ഫേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർബായിട്ടുള്ളൊരു HDR പെർഫോമൻസും കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഓവറോൾ കിഡിലൻ വീഡിയോഗ്രാഫി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തത്. ഫൈൻഡ് N6ന്റെ പ്രൈസ് ഖത്തറിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് പറയുന്നതല്ല. പ്രൈസ് റിവീൽ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കമന്റിൽ തീർച്ചയായിട്ടും നമ്മൾ അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്.
എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡെഫിനറ്റ്ലി എടുത്ത് പറയേണ്ടത് ഈ ഒരു സീറോ ഫീൽ ക്രീസ് ഡിസ്പ്ലേയെ കുറിച്ച് തന്നെയാണ്. ശരിക്കും ഇത് എക്സ്പീരിയൻസ് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അറിയേണ്ട ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മെയിൻ ഡിസ്പ്ലേ ആണെങ്കിലും കവർ ഡിസ്പ്ലേ ആണെങ്കിലും ഡിസ്പ്ലേ ക്വാളിറ്റി സൂപ്പർബാണ്. കിഡിലനായിട്ടുള്ള ക്യാമറ പെർഫോമൻസ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ്, സൂപ്പർബായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റൈലസ് പെന്നും ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളത് ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്പീക്കർ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ നന്നായെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ഒരു കിഡിലൻ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. സോ ബിൽഡ് ക്വാളിറ്റിയും കിഡിലൻ ഡിസ്പ്ലേ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ആസ്വദിക്കുന്ന നിങ്ങളുടെ ഈ പ്രൈസ് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണെങ്കിൽ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു Oppo Find N6 എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.